ഹായ്, ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. അഞ്ജന ദേവി, ഗുഡ് ഈവനിങ്. സ്വാതി കൃഷ്ണ, ഗുഡ് ഈവനിങ്. ആതിര, രമേശ്, ആതിര, ഗുഡ് ഈവനിങ്. എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയോ? പഠിത്തം എവിടം വരായി? എല്ലാവരുടെയും പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിക്കുന്നുണ്ടോ? മനീഷ, ഗുഡ് ഈവനിങ്. ഓക്കെ, പിന്നെ എൻ്റെ ചാനൽ ഇത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ നേഴ്സിംഗ് ഗ്രൂപ്പിലും ഒക്കെ എൻ്റെ ഈ ചാനലിൻ്റെ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലിൻ്റെ ലിങ്കുകളും എല്ലാം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക. എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ? രമേശ്, നീതു, സ്വാതി, എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ? വീഡിയോസിൻ്റെ ലിങ്കുകളും നിങ്ങളുടെ നേഴ്സിംഗ് ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ടോ നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകളൊക്കെ? ബിനു, ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. രമേശിൻ്റെ ഒക്കെ കമൻറ്റ്, നീതു, ആതിര, അനൂപ്, എല്ലാവരുടെയും കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്കാണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കേരള PSC DHSൻ്റെ ഫ്രീ ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുകൂടെ. പിന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 201. ഇന്നലത്തെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ്, കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്താണ്? റിമൂവൽ ഓഫ് ഗാൾ ബ്ലാഡർ ഇൻ മാൻ കുഡ് ലീഡ് ടു ഓപ്ഷൻ എ ഇമ്പയർമെൻറ്റ് ഓഫ് ഹാർട്ട് ഡൈജഷൻ, ഓപ്ഷൻ ബി ഇമ്പയർമെൻറ്റ് ഓഫ് ഡൈജഷൻ ഓഫ് പ്രോട്ടീൻ, ഓപ്ഷൻ സി ജോണ്ടിസ്, ഓപ്ഷൻ ഡി ഇൻക്രീസ്ഡ് അസിഡിറ്റി ഇൻ ഇൻറ്റസ്റ്റൈൻ. കമൻറ്റ് ചെയ്തോളൂ. Removal of gallbladder in man could lead to option A impairment of heart digestion, option B എന്താണ് impairment of digestion of protein, option C jaundice, option D increased acidity in intestine. കമൻറ്റ് ചെയ്തോളൂ. കാണുന്നുണ്ട്, എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ലിജിത, പ്രാണനാഥ്, വീണ, ഷിബു, സ്വാതി കൃഷ്ണ, രമേശ്, ആതിരാനി, സഞ്ജു, വിനോദ്, അവരെല്ലാം കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരും കമൻറ്റ് ചെയ്തോളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യണം. തെറ്റായാലും കമൻറ്റ് ചെയ്യണം. തെറ്റിൽ നിന്നാണ് നമ്മൾ ശരി പഠിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ഇമ്പയർമെന്റ് ഓഫ് ഫാറ്റ് ഡൈജഷൻ. ഇല്ലേ, നമ്മൾ എന്താണ് ഫാറ്റിന്റെ ഡൈജഷൻ എന്താവശ്യമാണ്? ബയൽ ആവശ്യമാണ്. അല്ലേ, നമ്മൾ ലിവറാണ് ബയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഗാൾ ബ്ലാഡറിലാണ്. അല്ലേ,
നമ്മൾ സ്റ്റോർ വെച്ചേക്കുന്ന ബൈല് നമുക്ക് എന്താണ് ആവശ്യമുള്ള സമയത്ത് എങ്ങോട്ട് വരും, നമ്മുടെ ഡിയോഡനത്തിലോട്ട് വരും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ GA സിസ്റ്റത്തിൻ്റെ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഫാറ്റി മെറ്റീരിയൽസ് കഴിക്കുമ്പോഴത്തേക്ക് ഈ ഫാറ്റി മെറ്റീരിയൽ നമ്മുടെ ഡിയോഡനത്തിലെത്തുമ്പോൾ ഡിയോഡനത്തിൽ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ഡിയോഡിനം എന്താണ് കോളിസിസ്റ്റോകൈൻ എന്ന് പറയുന്ന ഒരു എൻസൈമിനെ പുറപ്പെടുവിക്കും. ഈ എൻസൈം പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോളിസിസ്റ്റോകൈൻ പോയിട്ട് നമ്മുടെ ഗാൾ ബ്ലാഡറിനെ മസിലിനെ എന്താണ് കൺട്രാക്ട് ചെയ്യിക്കുകയും ചെയ്യും. എന്താണ് സ്പിഞ്ചർ ഓഫ് ഓടെ റിലാക്സ് ചെയ്യിക്കുമ്പോഴത്തേക്ക് ആ ബൈൽ ഒഴുകി നമ്മൾ എങ്ങോട്ട് വരും, ഡിയോഡനത്തിലൊഴുകി. ഇതാണ് ഒരു നോർമൽ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫാറ്റിന്റെ ഡൈജഷൻ. പക്ഷേ ഈ ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള ഇത് നടക്കുമോ? അന്നേരം എന്താണ്, ഇത് നടക്കത്തില്ല. അതുകൊണ്ട് എന്താണ് ഫാറ്റിന്റെ ഡൈജഷൻ ഇമ്പയർ ആയിപ്പോകും. കാര്യം മനസ്സിലായല്ലോ? ഇതാണ് ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്താൽ എന്താണ് ഫാറ്റിന്റെ ഡൈജഷൻ എന്താണ് ഇമ്പയർ ആവും, അല്ലേ? ബൈലല്ലേ ഫാറ്റിന്റെ ഡൈജഷൻ ആവശ്യമുള്ള ഒരു സാധനം. ഓക്കെ, നെക്സ്റ്റ് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, gastrointestinal disorder and muscular weakness are the deficiency symptoms of option A vitamin A, option B vitamin B, option C vitamin C, option D vitamin D. നമ്മൾ വൈറ്റമിനെ കുറിച്ച് കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു, അല്ലേ? ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, gastrointestinal disorders and muscular weakness are deficiency symptoms of option A vitamin A, option B vitamin B, എന്താണ് ഓപ്ഷൻ C vitamin C, ഓപ്ഷൻ D vitamin D. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എന്താണ്, ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റും മസ്കുലാർ വീക്ക്നെസ്സും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ എന്താണ് ഡിസോർഡേഴ്സും ഒക്കെ ഉണ്ടാവും. റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B2 അറിയത്തില്ലേ? വൈറ്റമിൻ ബി, റൈബോഫ്ലാവിൻ അല്ല വൈറ്റമിൻ ബി എന്നുവെച്ചാൽ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻ. വൈറ്റമിൻ സി തന്നെ കുറേ ഇല്ലേ, കുറേ ടൈപ്പ് ഉണ്ടല്ലോ. തൈമിനുണ്ട്, റൈബോഫ്ലാവിനുണ്ട്, നിയാസിനുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്, ഇല്ലേ? ആ വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ലിവർ അല്ലേ ലാർജസ്റ്റ് ഗ്ലാൻഡ്. നെക്സ്റ്റ് വൺ, ദ ബ്ലഡ് വെസൽസ് ഇൻ വിച്ച് ദ ഓക്സിജൻ കണ്ടന്റ് ഈസ് ഹൈയസ്റ്റ് ഇൻ ദ ഫീറ്റസ്. ഓപ്ഷൻ എ അയോട്ട, ഓപ്ഷൻ ബി അംബിലിക്കൽ വെയിൻ, ഓപ്ഷൻ സി പൾമണറി ആർട്ടറി, ഓപ്ഷൻ ഡി ഇൻഫീരിയർ വെന cava. The blood vessels in which the oxygen content is highest in fetus. Option A aorta, option B umbilical vein, option C pulmonary artery, option D inferior vena cava. Comment ചെയ്തോളൂ. ഓപ്ഷൻ ബി ഇല്ലേ, ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അംബിലിക്കൽ വെയിൻ അല്ലേ ഓക്സിജന്റെ ബ്ലഡ് വഹിക്കുന്നത്. അന്നേരം എന്താണ്, അതിനായിട്ടാണ് ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ. ഓക്കെ,
Next question. In Indian National Health Policy was approved in the Parliament. Option A 1961, option B 1980, option C 1983, option D 1991. Indian National Health Policy was approved in the Parliament. Option A 1961, option B 1980, option C 1983, option D 1991. കമൻറ്റ് ചെയ്തോളൂ. നമ്പർ ഇട്ട് കമൻറ്റ് ചെയ്യണേ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? 1983 അല്ലേ? ഇന്ത്യൻ നാഷണൽ ഹെൽത്ത് പോളിസി അപ്രൂവ് ദ പാർലമെന്റ് അപ്രൂവ് ചെയ്തത് എന്നാണ്? 1983 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെഷർമെന്റ് ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഇൻ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ദ മെഷർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ദ കമ്മ്യൂണിറ്റി ഈസ് ഓപ്ഷൻ എ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഓപ്ഷൻ ബി maternal mortality rate, option C crude birth rate, option C crude death rate. The measure of health status of the children in the community. കമ്മ്യൂണിറ്റിയിലെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നത് എന്ത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് കമ്പോണന്റ് യൂസ് ചെയ്തുകൊണ്ടാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഓപ്ഷൻ സി ക്രൂഡ് ബർത്ത് റേറ്റ്, ഓപ്ഷൻ ഡി ക്രൂഡ് ഡെത്ത് റേറ്റ്. കമൻറ്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ഇൻഫന്റ് ഡെത്ത് റേറ്റ് അനുസരിച്ചല്ലേ അവിടുത്തെ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ? എത്ര കുട്ടികൾ മരിക്കുന്നു എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. അത്രയും കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുന്നുണ്ട്? മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഡെത്ത് റേറ്റിനെയാണ് പറയുന്നത് അല്ലേ? അതനുസരിച്ച് നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ചിൽഡ്രൻസിന്റെ. എന്ത് വെച്ചാണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആർ more requirement in the pregnant woman? Option A iron, option B calcium, option C potassium, option D vitamin C. Which of the following food constituent are more required by the pregnant woman? Option A iron, option B calcium, option C potassium, option D vitamin C. Comment ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ? അയൺ അല്ലേ കൂടുതലായിട്ട് വേണ്ടുന്നത് അല്ലേ? ഹിമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ വേണ്ടി എന്താണ് അയൺ കൂടുതലായിട്ട് വേണം എന്ന് വെച്ചാൽ എന്താണ്? അമ്മയുടെ അയൺ കൂടുതലായിട്ട് ആരും എടുക്കുന്നത്? കുഞ്ഞും എടുക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് എന്താണ് അയൺ കൊടുക്കണം. നമ്മൾ 16th വീക്ക് തൊട്ടാണ് അയൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. 16th വീക്ക് 16ാമത്തെ ആഴ്ച തൊട്ട് അയൺ നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസിന് കൊടുക്കും. അതിനകത്ത് പിന്നെ ഫുഡ് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും നമുക്ക് അഡ്വൈസ് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the following signs and symptoms indicating salicylate toxicity? Option A chest pain, option B pink colored urine, option C slow pulse rate, option D ringing in the ear. സാലിസിലിക് ആസിഡിന്റെ ടോക്സിസിറ്റിയുടെ
സാലിസിലിക് ആസിഡ് എന്താണ് ഓവർഡോസ് ആയെന്ന് നമുക്ക് ഏത് സയൻസ് ആൻഡ് സിൻഡം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ചെസ്റ്റ് പെയിൻ, ഓപ്ഷൻ ബി പിങ്ക് കളേർഡ് യൂറിൻ, ഓപ്ഷൻ സി സ്ലോ പൾസ് റേറ്റ്, ഓപ്ഷൻ ഡി റിംഗിങ് ഇൻ ദ ഇയർ. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ മുന്നേ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇല്ലേ, സാലിസിലേറ്റിന്റെ ടോക്സിസിറ്റി ആകുമ്പോൾ എന്താണ് പേഷ്യന്റിന് ഒരു ടിനിറ്റസ് ഉണ്ടാവും അല്ലേ. ടിനിറ്റസ് എന്ന് പറയുന്നത് റിംഗിങ് ഇൻ ദ ഇയറിനെയാണ് നമ്മൾ ടിനിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂറിനറി ബ്ലാഡർ ഈസ് ലൈൻഡ് വിത്ത് ഓപ്ഷൻ എ സിമ്പിൾ എപ്പിത്തീലിയം, ഓപ്ഷൻ ബി സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, ഓപ്ഷൻ സി ട്രാൻസിഷണൽ എപ്പിത്തീലിയം, ഓപ്ഷൻ ഡി സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. യൂറിനറി ബ്ലാഡർ ലൈൻഡ് വിത്ത് ഓപ്ഷൻ എ simple epithelium, option B stratified epithelium, option C transitional epithelium, option D pseudo stratified epithelium. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇല്ല, യൂറിനറി ബ്ലാഡറിന് ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിന് പറയുന്ന പേരാണ് ട്രാൻസിഷണൽ എപ്പിത്തീലിയം. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് യൂറോത്തീലിയം എന്ന് പറയും. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യൂറിനറി ബ്ലാഡറിനെ ലൈൻ ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിന്റെ പേര്. ഓക്കെ, ട്രാൻസിഷണൽ എപ്പിത്തീലിയം അല്ലെങ്കിൽ യൂറോത്തീലിയം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പ്രെയിൻ ഈസ് ഡ്യൂ ടു പുള്ളിംഗ് ഓഫ് ഓപ്ഷൻ എ മസിൽ, ഓപ്ഷൻ ബി ടെൻഡൻ, ഓപ്ഷൻ സി ലിഗമെന്റ്, ഓപ്ഷൻ ഡി നെർവ്. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, ലിഗമെന്റ് ആണ് അല്ലേ. സ്പ്രെയിൻ ഡ്യൂ ടു എന്താണ് സ്ട്രെച്ചിങ് ഓഫ് ദ ലിഗമെന്റ്. എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് ലിഗമെന്റിനെ നമ്മൾ എന്ത് പറയും, സ്പ്രെയിൻ എന്ന് പറയും. പിന്നെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്, എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് മസിൽ ഓർ ടെൻഡൻ, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്നാൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് മസിൽ ആൻഡ് ടെൻഡനെ നമ്മൾ സ്ട്രെയിൻ എന്ന് പറയും. സ്പ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ആൻ എക്സസീവ് സ്ട്രെച്ചിങ് ഓഫ് ലിഗമെന്റിനെയാണ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, തെറ്റിക്കരുത്. Next question. Which of the following is the mechanical method of contraception? Option A vasectomy, option B malady, option C condom, option D M.T.P. Which of the following is a mechanical method of contraception? Option A vasectomy, option B malady, option C condom, option D M.T.P. Comment ചെയ്തോളൂ. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ 70 പേരുണ്ട്. ആരെങ്കിലും 70 പേരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? കോണ്ടമാണ്. എന്താണ്? മെക്കാനിക്കൽ മെത്തേഡ് കോൺട്രസെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മാലാഡി ഒക്കെ എന്താണ്? മാലായനും ഒക്കെ എന്ന് പറയുന്നത് കെമിക്കൽ മെത്തേഡ്സ് അല്ലേ? വാസക്ടമി എന്ന് വെച്ചാൽ സർജിക്കൽ മെത്തേഡ്സ് ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കട്ടാർ സിംഗ് കമ്മിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് ഓപ്ഷൻ എ മൾട്ടിപർപ്പസ് വർക്കേഴ്സ് കമ്മിറ്റി, ഓപ്ഷൻ ബി ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി, ഓപ്ഷൻ സി ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി കമ്മിറ്റി ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ. കട്ടാർ സിംഗ് കമ്മിറ്റി. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. കട്ടാർ സിംഗ് കമ്മിറ്റിയാണ്. കട്ടാർ സിംഗ് കമ്മിറ്റിക്ക് പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്? മൾട്ടിപർപ്പസ് വർക്കർ കമ്മിറ്റി എന്ന് പറയും. ഇത് വന്നത് 1973 കട്ടാർ സിംഗ് കമ്മിറ്റി വന്നത്. എന്താണ്? 1973 ഇത് വന്നത്. എന്താണ്? കട്ടാർ സിംഗ് കമ്മിറ്റി വന്നത്. പിന്നെന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി നമ്മൾ എന്ത് പറയും? ബോർ കമ്മിറ്റി എന്ന് പറയും. എന്താണ്? ബോർ കമ്മിറ്റി. എന്നാണ്? 1946 ബോർ കമ്മിറ്റി വന്നത്. അന്നേരം ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി നമ്മൾ പറയുന്ന പേരാണ് ബോർ കമ്മിറ്റി എന്ന് പറയും. അത് 1946 ബോർ കമ്മിറ്റി വന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി നമ്മൾ എന്ത് പറയും? മുതലിയാർ കമ്മിറ്റി എന്ന് പറയും. അതെന്താണ്? മുതലിയാർ കമ്മിറ്റി. അതെന്നാ വന്നേ? മുതലിയാർ കമ്മിറ്റി വന്നത് എന്നാണ്? മുതലിയാർ കമ്മിറ്റി വന്നത് 1962 1962 മുതലിയാർ കമ്മിറ്റി വന്നത്. ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? അന്നേരം ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മിറ്റി നമ്മളെന്ത് പറയും? മുതലിയാർ കമ്മിറ്റി എന്ന് പറയും. 1962 വന്നു. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി അതിനെ നമ്മൾ ബോർ കമ്മിറ്റി എന്ന് പറയാം. 1946 ബോർ കമ്മിറ്റി വന്നത് ഇല്ലേ? കട്ടാർ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് എന്താണ്? മൾട്ടിപർപ്പസ് വർക്കേഴ്സ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് മൾട്ടിപർപ്പസ് എന്താണ്? മൾട്ടിപർപ്പസ് വർക്കേഴ്സ് കമ്മിറ്റി എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോററ്റിക്സ്? Next question, which is the following potassium sparing diuretic? Option A furosemide, option B aldactone, option C mannitol, option D diamox. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ആൾഡക്ടോൺ ആണ്. ആൾഡക്ടോൺ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് സ്പൈറനോലാക്ടോൺ എന്ന് പറയും ഇല്ലേ? അന്നേരം എന്താണ്? പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോററ്റിക്സ് ആണ്. എന്താണ്? ആൾഡക്ടോൺ അല്ലെങ്കിൽ സ്പൈറനോലാക്ടോൺ എന്ന് പറയും. പിന്നെ ഫ്ലൂസമൈഡ് എന്ന് പറയുന്നത് ലൂപ്പ് ഡയോററ്റിക്സിന് എക്സാമ്പിൾ ആണ് അല്ലേ? ഫ്ലൂസമൈഡ്. പിന്നെ ഏതുതരം ഡയോററ്റിക്സ് ഉണ്ട്? ഫ്ലൂസമൈഡും ടോർസമൈഡും ആണ് ലൂപ്പ് ഡയോററ്റിക്സ് എക്സാമ്പിൾ. അത് തന്നെ ഓസ്മോട്ടിക് ഡയോററ്റിക്സ് ഉണ്ട്. ഏതാണ്? മാനിറ്റോൾ ആണ്. ഓക്കെ. ഓസ്മോട്ടിക് ഡയോററ്റിക്സിന് എക്സാമ്പിൾ എന്താണ്? മാനിറ്റോൾ. ഓക്കെ. പിന്നെ തയസൈഡ് ഡയോററ്റിക്സ് ഉണ്ട് ഇല്ലേ? ഹൈഡ്രോക്ലോറോ തയസൈഡ് എന്ന് പറയുന്ന ഡ്രഗ് ആണ് തയസൈഡ് ഡയോററ്റിക്സിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ആൻ അൺകോൺഷ്യസ് പേഷ്യന്റ്? ഓപ്ഷൻ എ ഫൗളേഴ്സ് പൊസിഷൻ, ഓപ്ഷൻ ബി പ്രോൺ പൊസിഷൻ, ഓപ്ഷൻ സി സുപ്പൈൻ പൊസിഷൻ, ഓപ്ഷൻ ഡി സെമി പ്രോൺ പൊസിഷൻ.
അൺകോൺഷ്യസ് പേഷ്യന്റിനെ സ്യൂട്ട് ആയിട്ടുള്ള പൊസിഷൻ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഫോളോസ് പൊസിഷൻ, ഓപ്ഷൻ ബി prone പൊസിഷൻ, ഓപ്ഷൻ സി സുപ്പൈൻ പൊസിഷൻ, ഓപ്ഷൻ ഡി സെമി ഫോളോസ് പൊസിഷൻ. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അതാണ് സെമി പ്രോൺ പൊസിഷനിലെ ആസ്പിറേഷൻ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സെമി പ്രോൺ പൊസിഷൻ കൊടുക്കാം. ഓക്കെ, ദ പൊസിഷൻ സ്യൂട്ട് ചെയ്ത അൺകോൺഷ്യസ് പേഷ്യൻ ഏതാണ്? സെമി പ്രോൺ പൊസിഷൻ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സാൻഡ് ബാഗ് ആർ യൂസ്ഡ് ടു പ്രിവെന്റ് ദ ഓപ്ഷൻ എ ഫുഡ് ഡ്രോപ്പ്, ഓപ്ഷൻ ബി wrist ഡ്രോപ്പ്, ഓപ്ഷൻ സി ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ദ തൈ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോ. സാൻഡ് ബാഗ് ആർ യൂസ്ഡ് ടു പ്രിവെന്റ് ദ ഫുഡ്, ഓപ്ഷൻ എ ഫുഡ് ഡ്രോപ്സ്, ഓപ്ഷൻ wrist ഡ്രോപ്സ്, ഓപ്ഷൻ സി എന്താണ് ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ദ തൈ, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? സാൻഡ് ബാഗ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഫുഡ് ഡ്രോപ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സാൻഡ് ബാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീമോടൈസിസ് ഈസ് ഓപ്ഷൻ എ ബ്ലഡ് ഇൻ ദ യൂറിൻ, ഓപ്ഷൻ ബി ബ്ലഡ് ഇൻ ദ വൊമിറ്റസ്, ഓപ്ഷൻ സി ബ്ലഡ് ഇൻ ദ സ്പൂട്ടം, ഓപ്ഷൻ ഡി ബ്ലഡ് ഇൻ ദ ഫീക്കസ്. ഹീമോടൈസിസ് ഈസ് ഓപ്ഷൻ എ ബ്ലഡ് ഇൻ ദ യൂറിൻ, ഓപ്ഷൻ ബി ബ്ലഡ് ഇൻ ദ വൊമിറ്റസ്, ഓപ്ഷൻ ഡി ബ്ലഡ് ഇൻ ദ സ്പൂട്ടം, ഓപ്ഷൻ ഡി ബ്ലഡ് ഇൻ ദ ഫീക്കസ്. ഹീമോടൈസിസ് എന്താണ്? ബ്ലഡ് ഇൻ ദ സ്പ്യൂട്ടത്തെയാണ് ഹീമോടൈസിസ് എന്ന് പറയുന്നത്. ബ്ലഡ് ഇൻ ദ യൂറിനെ നമുക്ക് എന്താ പറയാം? ഹെമച്ചൂറിയ എന്ന് പറയാം അല്ലേ. പിന്നെ ബ്ലഡ് ഇൻ ദ വൊമിറ്റസിന് നമ്മൾ ഹെമറ്റമസസ് എന്ന് പറയും. ബ്ലഡ് ഇൻ ദ ഫീക്കൽ മാറ്റേഴ്സിൽ എന്താണ്? അതിന് നമ്മൾ ഇങ്ങനെ ഹെമാറ്റോചീസിയ എന്ന് പറയും. അങ്ങനെ ബ്ലഡ് ഇൻ ദ ഫീസസിന് നമ്മൾ ഹെമാറ്റോചീസിയ, ബ്ലഡ് ഇൻ ദ സ്പൂട്ടത്തെ നമ്മൾ എന്താ പറയും? ബ്ലഡ് ഇൻ ദ സ്പൂട്ടം ഹീമോടൈസിസ്, ബ്ലഡ് ഇൻ ദ വൊമിറ്റസ് ഹെമറ്റമസസ്, ബ്ലഡ് ഇൻ ദ യൂറിൻ ഹെമച്ചൂറിയ. Next, the causative organism of dengue fever. Option A, enterovirus. Option B, arbovirus. Option C, variola virus. Option D, influenza virus. Comment ചെയ്തോളൂ.
ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ആർബോ വൈറസ് ആണ്. അന്നേരം ആർബോ വൈറസിന്റെ ഫാമിലിയിൽ വരുന്നതാണ് ഡെങ്കു വൈറസ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ടോഗാവിറിഡെ ഫാമിലി ഉണ്ട്. അതുണ്ടാക്കുന്ന ഇക്വിനി എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കും. ഇല്ല, ടോഗാവിറിഡെ എന്ന് പറയുന്നത് ആർബോ വൈറസിനകത്ത് വരുന്നതാണ്. അതിനൊക്കെ തന്നെ ചിക്കുൻഗുനിയ വൈറസ്, പിന്നെ ഫ്ലാവിറിഡെ വൈറസ് അതിനകത്ത് ഡെങ്കു, യെല്ലോ ഫീവറും എന്താണ് സെന്റ് ലൂയിസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നതും പിന്നെ തന്നെ വെസ്റ്റീൻ നീൽ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്താണ് ആർബോ വൈറസിന്റെ ഫാമിലിക്കകത്ത് വരുന്ന സബ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് എന്താണ് മോസ്കിറ്റോ ബോൺ ഇൻഫെക്ഷൻ ആണ്. ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റാൻഡേർഡ് RNA വൈറസ് ആണ്. പിന്നെ എന്താണ് അതിന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് ഫ്ലാവിറിഡെ എന്ന് പറയുന്ന ഫാമിലിക്കകത്ത് വരുന്നത് ആർബോ വൈറസിൻ്റെ അകത്ത് വരുന്ന വൈറസിന്റെ സബ്സ്റ്റൈപ്പ് ആയിട്ട് വരുന്നതാണ് ഫ്ലാവിറിഡെ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ഈ ഡെങ്കു തന്നെ കുറെ ടൈപ്പ് ഉണ്ട്. ഡെങ്കു വൈറസ് തന്നെ ഒരു 4 ടൈപ്പോളം ഉണ്ട്. ഡെൻ 1 ഉണ്ട്, ഡെൻ 2 ഉണ്ട്, ഡെൻ 3 ഉണ്ട്, ഡെൻ 4 അങ്ങനെ 4 സബ് ടൈപ്പ് വൈറസ് ആണ് ഡെങ്കു ഫീവറിലുള്ളത്. ഓക്കെ, ഈ ഡെങ്കു ഫീവറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിൽ ഡെങ്കു ഫീവർ വരുന്ന പേഷ്യൻസ് എന്താണ് മെയിൻ ആയിട്ട് കുറയുന്നത്? പ്ലേറ്റ്ലെറ്റ് കുറയും ഇല്ലേ. പിന്നെ ഡെങ്കു ഹെമറാജിക് സിൻഡ്രോം എന്ന് പറയുന്ന ഇതൊക്കെ നമ്മുടെ ഡെങ്കു ഫീവറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the desired quantity of free residual chlorine in the drinking water. Option A 1 mg per liter, option B 0.5 mg per liter, option C 2 mg per liter, option D 0.2 mg per liter. The desired quantity of free residual chlorine in drinking water. Comment ചെയ്തോളൂ. ഓപ്ഷൻ എ 1 mg per liter, ഓപ്ഷൻ ബി 0.5 mg per liter, ഓപ്ഷൻ സി 2 mg per liter, ഓപ്ഷൻ ഡി 0.25 mg per liter. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 0.5 mg per liter ആണ് എന്താണ് ദ ഡിസൈഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ റെസിഡ്യുവൽ ക്ലോറിൻ ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, next question, the vitamin which is involved in fat, protein and carbohydrate metabolism. Option A riboflavin, option B folic acid, option B niacin, option B thiamine. The vitamin which is involved in fat, protein and carbohydrate metabolism. Option B riboflavin, option B എന്താണ് folic acid, option C niacin, option D thiamine. കമന്റ് ചെയ്തോളൂ എല്ലാവരും. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? റൈബോഫ്ലാവിൻ ആണ് അല്ലേ. തയമിൻ വൈറ്റമിൻ B1 ആണ്, വൈറ്റമിൻ B2 ആണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. അതാണ് എന്താണ് നമ്മുടെ ഫാറ്റിന്റെയും പ്രോട്ടീന്റെയും കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസത്തിന് എന്താണ് വേണ്ടുന്ന ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് ആർ ഓപ്ഷൻ എ ഓറൽ, ഓപ്ഷൻ ബി injectable, option C implant, option C all of the above. The hormonal contraceptives are option A
Oral. Option B, injectable. Option C, implant. Option D, all of the above. എല്ലാം എന്താണ്? ഹോർമോണൽ കോൺട്രാസെപ്റ്റീവ്സ് എന്താണ്? നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം, ഓറൽ കൊടുക്കാം, ഇംപ്ലാന്റ് ചെയ്യാം, അല്ലേ? ആൾ ഓഫ് ദി അബോവ് ആണ് നമ്മൾ എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. MCH സർവീസസ് ഇൻക്ലൂഡിംഗ് ഓപ്ഷൻ എ പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ, ഓപ്ഷൻ സി അണ്ടർഫ്ലൈ ക്ലിനിക്, ഓപ്ഷൻ ഡി ഫാമിലി പ്ലാനിംഗ് സർവീസസ്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോവ്. MCH സർവീസിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ, ഓപ്ഷൻ ബി അണ്ടർഫ്ലൈ കെയർ, ഓപ്ഷൻ സി ഫാമിലി പ്ലാനിംഗ് സർവീസസ്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അല്ലെ MCH സർവീസിൻ്റെ അകത്ത് എന്ത് വരും? എല്ലാം വരും, അല്ലെ? മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് അല്ലേ MCH എന്ന് പറയുന്നത്. അതിനകത്ത് എന്താണ്? പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ വരും, പിന്നെ അണ്ടർഫ്ലൈ കെയർ വരും, ഫാമിലി പ്ലാനിങ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് MCH സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെക്കമെൻഡഡ് മാക്സിമം നോയ്സ് ലെവൽ ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്. ഓപ്ഷൻ എ 86 decibel, ഓപ്ഷൻ ബി 60 decibel, ഓപ്ഷൻ സി 110 decibel, ഓപ്ഷൻ ഡി 160 decibel. The recommended maximum noise level of human beings. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ 86 decibel, ഓപ്ഷൻ ബി 60 decibel, ഓപ്ഷൻ സി 110 decibel, ഓപ്ഷൻ ഡി 160 decibel. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? 60 decibel ആണ്. ഒരു നോർമൽ കോൺവെർസേഷനും എന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ എന്താണ് നമുക്ക് എന്താണ് 60 decibel വരെ കേൾക്കാം. പിന്നെ എന്താണ് നോയ്സ് അബോവ് ദ 70 ഓവർ പ്രോങ്ഡ് പീരീഡ് ഓഫ് ടൈം ദ സ്റ്റാർട്ട് ഡാമേജ് ഓഫ് ദ ഹിയറിംഗ്, അല്ലേ? നമുക്ക് എന്താണ് ഇയർ ഡ്രമിനൊക്കെ പ്രോബ്ലം വരും. എന്താണ് ലൗഡ് നോയ്സ് അബോവ് 120 decibel കോസ് ഇമ്മീഡിയറ്റ് ഹാം യുവർ എന്താണ് ഇയേഴ്സ്. അന്നേരം എന്താണ് അപ്രോക്സിമേറ്റ്ലി കറക്റ്റ് ഏതാണ്? 60 decibel ആണ് നോർമൽ കോൺവെർസേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഒരു ഹെവി ട്രാഫിക്കോ അല്ലെങ്കിൽ എന്താണ് വിൻഡോ എയറിലോ അല്ലെങ്കിൽ നോയ്സി റെസ്റ്റോറൻറ്റോ പവർ ഡൗണിലൊക്കെ എന്താണ് നമുക്ക് 85 decibel എന്താണ് സൗണ്ട് അബോവ് ദ 85 decibel എന്താണ് ഹാംഫുൾ ആണ്. ഓക്കെ. 80 to 89. Next, the best method of refuse the disposal in the hospital. Option A dumping, option B controlled tipping, option C incineration, option D composting. നോർമൽ ആയിട്ടുള്ള ഒരു
ഇതിൽ 80 ഡെസിബിൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ, ഇൻസിനറേഷൻ അല്ലേ. എന്താണ് ഹോസ്പിറ്റലിൽ എന്താണ് ഇൻസിനറേഷൻ ചെയ്താണ് ചെയ്യുന്നത് അല്ലേ, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ടർ ലോഗിങ് ഇൻ ദ ടിഷ്യൂ ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻ എ എഡിമ, ഓപ്ഷൻ സി ഓക്സിജനേഷൻ, ഓപ്ഷൻ ബി പ്ലീത്തോറ, ഓപ്ഷൻ ബി പ്ലൂറസി. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, എഡിമയാണ് അല്ലേ. എഡിമയല്ലേ നമ്മുടെ ടിഷ്യൂസിൻ്റെ അകത്ത് എക്സസ് ആയിട്ട് എന്താണ് വാട്ടറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക, എഡിമ എന്ന് പറയും. പിന്നെ എക്സസ് ഓഫ് ബ്ലഡിനെ നമ്മൾ പ്ലീത്തോറ എന്ന് പറയും. എന്താണ് എക്സസ് ഓഫ് ബ്ലഡ്? ഓക്കെ, അതുവഴി എന്താണ് റെഡിഷ് കോംപ്ലക്ഷൻ നമുക്കുണ്ടാവും, അതിനെയാണ് നമ്മൾ പ്ലീത്തോറ എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്ലീത്തോറ. പിന്നെ പ്ലൂറസി എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലമേഷൻ. പ്ലൂറസി അല്ലെങ്കിൽ പ്ലൂറൈറ്റിസ് എന്ന് പറയും. എന്താണ്, ഇറ്റ് ഇസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ടിഷ്യൂ ദാറ്റ് ലൈനിങ് ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് ക്യാവിറ്റി ഇല്ലേ. നമുക്ക് പ്ലൂറയ്ക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ പ്ലൂറൈറ്റിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലൂറസി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ്, ദ നെർവ് ഇൻവോൾവ് ദി കാർപ്പൽ ടണൽ സിൻഡ്രോം. ഓപ്ഷൻ എ ഫ്യൂമറൽ നെർവ്, ഓപ്ഷൻ ബി മീഡിയൽ നെർവ്, ഓപ്ഷൻ സി അൾനാർ നെർവ്, ഓപ്ഷൻ ഡി ഏതാണ്, റേഡിയൽ നെർവ്. കമന്റ് ചെയ്തോളൂ. എന്താണ് പ്ലീത്തോറ എന്ന് പറയുന്നത് എന്താണ്, ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണ്. കാറ്റഗറൈസ്ഡ് ബൈ എക്സസ് എന്താണ് ബ്ലഡ്, അല്ലെങ്കിൽ എന്താണ് മാർക്ക്ഡ് ബൈ ദി എന്താണ് റെഡിഷ് കോംപ്ലക്ഷൻ ഉണ്ടാവും. എക്സസീവ് സംതിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്ലീത്തോറ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് മെയിനായിട്ട് ദ നെർവ് ഇൻവോൾവ് ദ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഏതാണ്, മീഡിയൽ നെർവിനാണ്. മീഡിയൽ നെർവ് ഇഞ്ചുറി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാകുന്നത്, കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നത്. ഓക്കെ, ഇല്ല കമ്പ്യൂട്ടർ വർക്കേഴ്സിന് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ് എന്താ പറയുന്നത്, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ,
The pressure of the cerebrospinal fluid. Option A 40 to 58 centimeter. Option B 10 to 18 centimeter H2O. Option C 20 to 38 centimeter H2O. Option D 30 to 48 centimeter H2O. Comment ചെയ്തോളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ് 10 to 18 സെന്റിമീറ്റർ H2O ആണ് എന്താണ് പ്രഷർ ഓഫ് ദി എന്താണ് സെർബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ HG പറയുമ്പോൾ എത്രയാണ് 15 ടു സെർബ്രോസ്പൈനൽ പ്രഷർ എന്താണ് 15 to 75 175 mmHg എന്ന് പറയും HG പറയുമ്പോൾ. ഓക്കെ. നെക്സ്റ്റ് വൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പെട്രോസിസ്. ഓപ്ഷൻ എ വെക്ടർ ട്രാൻസ്മിഷൻ. ഓപ്ഷൻ C through contaminated water. Option C droplet infection. Option D fecal-oral route. The mode of transmission of petrosis. Option A vector transmission. Option B through the contaminated water. Option C droplet infection. Option D fecal-oral route. Comment ചെയ്തോളൂ. പെട്രോസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നില്ലേ, വില്ലൻ ചുമ എന്നൊക്കെ പറയത്തില്ലേ, അതാണ് പെട്രോസിസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് എന്ത് പറയുന്നത്? പെട്രോസിസ് പറയുന്നത് അല്ലേ. പെട്രോസിന് പറയുന്ന പേരാണ് വൂപ്പിംഗ് കഫ് എന്ന് പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈം required to measure the Mandos test. Mandos test മെഷർ ചെയ്യുന്ന ടൈം എത്രയാണ്? 24 to 48 hours, 48 to 72 hours. ഓപ്ഷൻ സി 10 to 12 hours. ഓപ്ഷൻ ഡി 2 to 4 hours. ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. The time required to measurement the Mandos test. Option A 24 to 48 hours. Option B 48 to 72 hours. Option C 10 to 12 hours. Option D 2 to 4 hours. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? 48 to 72 hours ആണ് നമ്മൾ മാൻഡോസ് ടെസ്റ്റ് എന്താണ് മെഷർമെന്റ് ചെയ്യുന്നത് അല്ലെ. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്സ് ഇൻട്രാഡെർമലി ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻഡ്യൂറേഷൻ ചെക്ക് ചെയ്യും ഇല്ല. എത്രയാണ്? 48 to 72 hours കഴിഞ്ഞിട്ടാണ് ഇൻഡ്യൂറേഷൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ നെയിം ഓഫ് ദ ഓറൽ പോളിയോ വാക്സിൻ. ഓപ്ഷൻ എ BCG. ഓപ്ഷൻ ബി ടാബ് വാക്സിൻ. ടാബ് എന്ന് വെച്ചാൽ ടൈഫോയിഡിന്റെ വാക്സിൻ ആണ്. ഓപ്ഷൻ സി സാൾക്ക് വാക്സിൻ. ഓപ്ഷൻ ഡി സാബിൻ വാക്സിൻ. ഓറൽ പോളിയോ വാക്സിന് പറയുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ BCG. ഓപ്ഷൻ ബി ടാബ് വാക്സിൻ. ഓപ്ഷൻ സി സാൾക്ക് വാക്സിൻ. ഓപ്ഷൻ ഡി സാബിൻ വാക്സിൻ. കമന്റ് ചെയ്തോളൂ. സജിത്ത് പി ഗ്രേറ്റർ ദാൻ 15 mm ആണ് എന്താണ് നമ്മുടെ TB പോസിറ്റീവ് ആണെന്ന് പറയുന്നത്. 15 mm. 10 mm ആകുമ്പോഴത്തേക്ക് നമ്മൾ പ്രൊലോങ്ഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ് എടുക്കുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ എന്താണ് ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിനോ എന്താണ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഉള്ള പേഷ്യൻസിനായിരിക്കും 10 mmHg എന്താണ് കാണിക്കുന്നത്, റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. 15 mmHg ആണ്. 15 mm ആണ്, HG അല്ല, 15 mm ആണ്. എന്താണ് 15 mm അല്ലെങ്കിൽ മോർ ആകുമ്പോഴാണ് TB പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നത്. സജിത്ത്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്?
ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? സാബിൻ ആണ് കേട്ടോ. സാബിൻ എന്ന് പറയുന്ന ഓറൽ പോളിയോ വാക്സിൻ ആണ്. സാൽക്ക് വാക്സിൻ എന്ന് വെച്ചാൽ എന്താണ്? പേരൻഡർ ആണ്, കിൽഡ് വാക്സിൻ ആണ്. ടാബ് വാക്സിൻ എന്ന് പറയുന്നത് ടൈഫോയിഡിന് കൊടുക്കുന്ന വാക്സിൻ ആണ്. അത് കണക്ക് തന്നെ BCG എന്ന് പറയുന്നത് ഏതാണ്? ലിവ് വാക്സിൻ ആണ്. നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? BCG എന്ന് വെച്ചാൽ TBക്ക് കൊടുക്കുന്ന വാക്സിൻ ആണ്. അന്നേരം ഓറൽ പോളിയോ വാക്സിൻ ഏതാണ്? സാബിൻ വാക്സിൻ ആണ് ആൻസർ. ഓക്കെ. Next question. After the thoracosynthesis, observe the client for option A, period of confusion, option B, expectoration of blood, option C, increase the bed sounds, option D, decrease the respiratory rate. Comment ചെയ്തോളൂ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? എന്താണ്? എക്സ്പെക്ടറേഷൻ ബ്ലഡ് അല്ലെ? ബ്ലഡ് വല്ലതും ഉണ്ടോ നോക്കണം അതിൻ്റെ അകത്ത് തൊറാസിന്തസിന് ശേഷം. കാരണം വെച്ചാൽ നമ്മൾ എന്താണ് പെനിട്രേഷൻ ഉണ്ടായി, ചിലപ്പോൾ നീഡിൽസ് ഇൻസേർട്ട് ചെയ്യത്തില്ലേ, ലെങ്സിലോട്ടൊക്കെ ഇൻസേർട്ട് ചെയ്ത് കയറത്തില്ലേ, അങ്ങനെ എന്താണ് ബ്ലഡ് എക്സ്പെക്ടർ ചെയ്ത് വരുന്നത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ്, finger nose test is done to elicit the damage of option A, cerebrum, option B, cerebellum, option C, spinal nerve, option D, medulla oblongata. The finger nose test is done to elicit the damage of option A, cerebrum, option B, cerebellum, option C, spinal nerve, option D, medulla oblongata. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്തിൻ്റെയാണ്? നമ്മുടെ സെർബല്ലത്തിന്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ എന്താണ് അപ്പർ എക്സ്ട്രിമിറ്റീസ് എലിവേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് അപ്പർ എക്സ്ട്രിമിറ്റീസിന്റെ എന്താണ് ഇൻഡെക്സ് ഫിംഗർ യൂസ് ചെയ്തിട്ട് എന്താണ് നോസിൽ ടച്ച് ചെയ്യാനും പറയും ഇല്ലേ? അത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്ത് പറയാം? അതിനെന്താണ് നമ്മൾ ഫിംഗർ നോസ് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ ഈ സെർബല്ലം അല്ലേ നമ്മുടെ മോട്ടോർ കോർഡിനേഷൻ, ബാലൻസും കോർഡിനേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെർബല്ലമാണ്. അന്നേരം ഈ സെർബല്ലത്തിന്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഫിംഗർ നോസ് ടെസ്റ്റ് എന്ന്. ഫിംഗർ എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ആദ്യം പറയും നമ്മുടെ എന്താണ് ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കാൻ പറയും. എന്താണ് ഫിംഗർ പൊക്കാൻ, എന്നിട്ട് പിന്നെ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മൾ നോസിൽ ടച്ച് ചെയ്യാൻ പറയും ഇല്ലേ? അങ്ങനെ നോർമലായിട്ടുള്ള ഒരാൾക്ക് എന്താണ് ടച്ച് ചെയ്യാൻ പറ്റുക. അല്ലാത്തവർക്ക് എന്താണ്? അല്ലാത്തവർക്ക് എന്താ ചെയ്യുന്നേ? അല്ലാത്തവർക്ക് എന്താണ്? അവരുടെ സെർബല്ലത്തിന് എന്താണ് ഇംപ്രോപ്പർ ഫംഗ്ഷൻ ആണ്. കാരണം വെച്ചാൽ മോട്ടോർ ഫംഗ്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല ഇല്ലേ? നമ്മുടെ ബാലൻസിനും കോർഡിനേഷനും ഒക്കെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സെർബല്ലം അല്ലേ? അതാണ് സെർബല്ലം ഡാമേജ് ആയെന്ന് അർത്ഥം ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഓക്കെ, അതാണ് ഫിംഗർ നോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഗോൾ ഓഫ് arthritis care includes option A, preventing contracture, option B, decrease the inflammation and preserving the joint, option C, strengthening bone and muscles, option D, all of the above. Goal of arthritis care includes.
കമൻറ്റ് ചെയ്തോളൂ. ഓൺലൈനിലുള്ള ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. 82 മെമ്പേഴ്സ് ഉണ്ട്. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ചിലപ്പം ഈ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാരൊക്കെ കാണത്തില്ലേ, അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മുടെ 10 ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇല്ലാത്ത ആൾക്കാരും കാണുമായിരിക്കുമല്ലോ. അങ്ങനെ ഞാനിപ്പം ക്ലാസ്സിന് വേണ്ടി ലിങ്ക് ഇടുന്ന ഗ്രൂപ്പിലോട്ടാണ് ലിങ്ക് ഇടുന്നത്. ചിലപ്പോൾ ഗ്രൂപ്പിലില്ലാത്ത ആൾക്കാർ കാണും. അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കോ. എല്ലാവരും എന്താണ് എൻ്റെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ ക്ലാസ്സുകളുടെ വിവരങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഓക്കെ, എന്താണ് കറക്റ്റ് ആൻസർ ഏതാണ്? ആൾ ഓഫ് ദി എബോ ആണ്. എല്ലാം കറക്റ്റ് ആണ്. എന്താണ് പ്രിവെന്റ് ദ കൺട്രാക്ചർ, അർത്രൈറ്റിസിന്റെ ഒരു ഇതല്ലേ. അത് കണക്ക് തന്നെ ഡിക്രീസ് ഇൻഫ്ലമേഷൻ ആൻഡ് പ്രിസർവ് ദ ജോയിന്റ് അല്ലേ. ജോയിന്റ് ഇൻഫ്ലമേഷൻ എന്താണ് കുറയ്ക്കുക, അതിനെ പ്രിസർവ് ജോയിന്റ് എടുക്കുക. അതിനൊക്കെ തന്നെ സ്ട്രെങ്തനിങ് ദ ബോൺ ആൻഡ് മസിൽസ്. ഓക്കെ, മസിൽ സ്ട്രെങ്തൻ ചെയ്യുക, ബോണും മസിലൊക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, which of the following is associated with the smoking? Option A, pneumonia. Option B, heart attack. Option C, vitamin C deficiency. Option D, all of the above. Which of the following is associated with the smoking? Option A, pneumonia. Option B, heart attack. Option C, vitamin C deficiency. Option D, all of the above. രമേശ് ഒന്നും അത് ആൻസർ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരുന്നാ മതിയോ? രമേശും അരുണൊക്കെ ആൻസർ ഒന്നും ചെയ്യുന്നില്ലേ? ചുമ്മാ ചാറ്റ് ചെയ്യണമായിരുന്നു. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ, ആൾ ഓഫ് ദി എബോ അല്ലേ. എന്താണ് സ്മോക്കിംഗ് എന്തിന് കാരണമാവും? ന്യൂമോണിയക്ക് കാരണമാവും, ഹാർട്ട് അറ്റാക്കിന് കാരണമാവും, അത് കണക്ക് തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസിക്ക് കാരണമാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൊമാറ്റിക് ഫീവർ ഈസ് ഡയഗ്നോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈഡാൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ASO ടൈറ്റർ, ഓപ്ഷൻ സി RA ഫാക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. Rheumatic fever is diagnosed by option A Vidal test, option B ASO titer, option C RA factor, option D none of the above. ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? ASO ടൈറ്റർ ആണ് നമ്മൾ റൊമാറ്റിക് ഫീവർ ചെയ്യുന്നത്. പിന്നെ അല്ല ജോൺസ് ക്രൈറ്റീരിയ, JONES ജോൺസ് ക്രൈറ്റീരിയ യൂസ് ചെയ്ത് നമ്മളിത് ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 235 ആണ്. EEG സ്റ്റാൻഡ് ഫോർ EEG. ഓപ്ഷൻ എ ഇലക്ട്രോൺ എമിഷൻ ഗ്രാഫ്, ഓപ്ഷൻ ബി ഇലക്ട്രിക്കലി എമിറ്റഡ് ഗാമ റേസ്, ഓപ്ഷൻ സി ഇലക്ട്രോ കാർഡിയോഗ്രാം, ഓപ്ഷൻ ഡി ഇലക്ട്രോ എൻസെഫലോഗ്രാം. കമന്റ് ചെയ്തോളൂ. EEG stand for
ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? EEG, ഇലക്ട്രോഎൻസെഫലോഗ്രാം. ഓക്കെ, ഇലക്ട്രിക് ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എന്തുവഴിയാണ്? സീഷർ ഡിസോർഡർ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇലക്ട്രോഎൻസെഫലോഗ്രാം ചെയ്യുന്നത്, EEG. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡയഗ്നോസിസ് ഓഫ് HIV? ഓപ്ഷൻ എ വൈറ്റ് ബ്ലഡ് സെൽസ് കൗണ്ട്, ഓപ്ഷൻ ബി എലൈസ, ഓപ്ഷൻ സി വെസ്റ്റേൺ ബ്ലോട്ട്, ഓപ്ഷൻ ഡി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. Which of the following the best indicator diagnose HIV? Option A white blood count, option B ELISA, option C Western blot, option D complete blood count. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്? വെസ്റ്റേൺ ബ്ലോട്ട് അല്ലേ കൺഫർമേറ്റീവ് ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ക്ലൈന്റ് സെൽവം വിത്ത് സിറോസിസ് ഓഫ് ലിവർ ഈസ് റിസീവിംഗ് ലാക്ടുലോസ്. ദ nurse is aware that the rationale for the order for lactulose is option A to lower the blood glucose level, option B to lower the uric acid level, option C to lower the ammonia level, option D to lower the creatinine level. കമന്റ് ചെയ്തോളൂ. ലാക്ടുലോസ്, നമ്മുടെ ഡിഫോലാക് സിറപ്പ് ഉണ്ടല്ലോ, പച്ച സിറപ്പ്, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ലിവർ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? ടു ലോവർ ദ അമോണിയ ലെവൽ. നമ്മുടെ ലിവർ ഫെയിലിയർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ യൂറിയ സൈക്കിൾ നടക്കത്തില്ല അല്ലേ? അമോണിയ യൂറിയ ആയിട്ട്, അമോണിയ എന്നൊരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്, ഇതിനെ യൂറിയാക്കി മാറ്റുന്നത് നമ്മുടെ ലിവർ ആണ്. ഈ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അങ്ങനെ നമ്മുടെ ബോഡിയിലെ അമോണിയയുടെ ലെവൽ കൂടും. ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ലാക്ടുലോസ് അല്ലെങ്കിൽ ഡിഫോലാക് സിറപ്പ് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്മീഡിയറ്റ് the most common complication of third stage of labor. Option A bleeding, option B shock, option C subinvolution, option D perforation. Immediate most common complication of third stage of labor. Option A bleeding, option B shock, option C subinvolution, option D perforation. Comment ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ബ്ലീഡിംഗ് ആണ് അല്ലേ? മോസ്റ്റ് കോംപ്ലിക്കേഷൻ എന്താണ്? മോസ്റ്റ് ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻ ഏതാണ്? തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ ഏതാണ്? ബ്ലീഡിംഗ്. നെക്സ്റ്റ്, ദ പ്ലാസൻഡ ഈസ് ഫോംഡ് ഫ്രം. ഓപ്ഷൻ എ കൊറിയോണിക് ഫ്രോണ്ടോസം, ഓപ്ഷൻ ബി ആൻഡ് ഡെസിഡുവ ബേസാലിസ്, ഓപ്ഷൻ ബി എന്താണ് കൊറിയോൺ ലെവേ ആൻഡ് ഡെസിഡുവ പെരൈറ്റാലിസ്, ഓപ്ഷൻ സി കൊറിയോൺ ഫ്രോണ്ടോസം ആൻഡ് ഡെസിഡുവ ക്യാപ്സുലാരിസ്, ഓപ്ഷൻ ഡി കൊറിയോണിക് ഫ്രോണ്ടോസം ആൻഡ് ഡെസിഡുവ എന്താണ് പെരൈറ്റാലിസ്. പ്ലാസൻഡ എവിടുന്ന ഫോം ചെയ്യുന്നത്? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഈ കാര്യം. ഇന്നലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവർ ഇത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യും ഈ ക്വസ്റ്റ്യൻ ആൻസർ. ഇന്നലത്തെ ക്ലാസ്സിലുള്ളവർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഓൾറെഡി ഞാൻ ഇന്നലെ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഏതാണ്?
കൊറിയോൺ ഫ്രോണ്ടോസവും എന്താണ് ഡെസിഡിയോ ബേസാലിസിൽ നിന്നാണ് എന്താണ് പ്ലാസന്റ ഫോം ചെയ്യുന്നത്. മെറ്റേണൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത് ഡെസിഡിയോ ബേസാലിസിൽ നിന്നും, പിന്നെ എന്താണ് ഫീറ്റൽ സർഫസ് ഓഫ് ദ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത് കൊറിയോണിക് ഫ്രോണ്ടോസത്തിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. amniotic fluid contain acetylcholine esterase enzyme. What is the diagnosis? Option A, open spina bifida. Option C, gastrochiasis. Option D, omphalocele. Option D, osteogenesis imperfecta. amniotic fluid അകത്ത് acetylcholine esterase എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഡയഗ്നോസിസ് എന്ന് ചോദിച്ചേക്കുന്നത്? കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എന്നാൽ ഓപ്പൺ സ്പൈന ബൈഫിഡ ആണ്. amniotic fluidന്റെ അകത്ത് acetylcholine esterase എന്ന് പറയുന്ന എൻസൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ഡയഗ്നോസ് ചെയ്യാം? ഓപ്പൺ സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ് ഡയഗ്നോസ് ചെയ്യാം. ഓക്കെ, ഇന്നത്രയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാലൻസ് ക്ലാസ് നാളെ എടുക്കാം. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എൻ്റെ നമ്പറൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ അത് കണക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ. Okay, thank you.